ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ 10 ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. മലയാളം ട്രാൻസ്ലേഷൻ എഴുതിയിട്ടിട്ടില്ല, പക്ഷേ ചിത്രത്തിലൂടെ നിങ്ങളെ അത് മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഒരു കാര്യം ഓർക്കുക, ഇങ്ങനെയുള്ള ചിത്രങ്ങൾ, ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ചിത്രങ്ങൾ യഥാർത്ഥ പരീക്ഷയിൽ ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾ ആ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എൻ്റെ വീഡിയോസ് കാണുക. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഷുഡ് യു ഡു ഇഫ് യു ഹാവ് ടു മേക്ക് ഇൻ ഫോഗി കണ്ടീഷൻസ്? ഫോഗുള്ള സമയത്ത് യാത്ര ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഉത്തരം, ലീവ് പ്ലെൻറ്റി ഓഫ് ടൈം ഫോർ യുവർ ജേർണി. ഒരുപാട് സമയം യാത്രയ്ക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ചോദ്യം, യു ഹാവ് ബീൻ ഡ്രൈവിംഗ് ഇൻ ഫോഗ്. ഫോഗുള്ള സമയത്ത് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട് മസ്റ്റ് യു ഡു വെൻ ദ വിസിബിലിറ്റി ഇംപ്രൂവ്സ്? എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിലുള്ള കാഴ്ച മെച്ചപ്പെടുമ്പോൾ? അതായത് ഫോഗുള്ള സമയത്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഫോഗ് ലൈറ്റ്സ് ഓൺ ആക്കിയിട്ടുണ്ടാവും, അത് ഓഫ് ആക്കണം. അതാണ് ആൻസർ വരുന്നത്. സ്വിച്ച് ഓഫ് യുവർ ഫോഗ് ലൈറ്റ്സ്. അടുത്ത ചോദ്യം, യു ആർ ട്രാവലിംഗ് ഓൺ എ റോഡ് ദാറ്റ് ഹാസ് റോഡ് ഹംസ്. നമ്മൾ ഒരു റോഡ് ഹമ്പുള്ള റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഷുഡ് യു ഡു വെൻ ദ ഡ്രൈവർ ഇൻ ഫ്രണ്ട് ഈസ് ട്രാവലിംഗ് മോർ സ്ലോലി ദാൻ യു? നമ്മളെക്കാളും വളരെ പതുക്കെ മുമ്പിൽ പോകുന്ന ഡ്രൈവർ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സ്ലോ ഡൗൺ ചെയ്യുക ആൻഡ് സ്റ്റേ ബിഹൈൻഡ്. അയാൾക്ക് പുറകിൽ വണ്ടി ഓടിച്ചു പോവുക. അടുത്ത ചോദ്യം, യു ആർ ക്യാരിങ് എ ചൈൽഡ് അണ്ടർ 3 years ഓൾഡ് ഇൻ യുവർ കാർ. വിച്ച് റെസ്ട്രെയിൻറ്റ് ഈസ് സൂട്ടബിൾ ഫോർ എ ചൈൽഡ് ഓഫ് ദിസ് ഏജ്? നിങ്ങൾ 3 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ നിങ്ങളുടെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുകയാണെന്നിരിക്കട്ടെ. ഏത് തരത്തിലുള്ള സീറ്റ് അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റാണ് കുട്ടിക്ക് ഉചിതമാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് എ ചൈൽഡ് സീറ്റാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റിസ്ക് ഓഫ് കീപ്പിംഗ് യുവർ കാർ ഇൻ ന്യൂട്രൽ ഓർ ഹോൾഡിംഗ് ദ ക്ലച്ച് ഡൗൺ ഫോർ ടു ലോങ്? നമ്മുടെ കാറ് വളരെ നേരം ന്യൂട്രലിലോ അല്ലെങ്കിൽ ക്ലച്ച് അമർത്തിപ്പിടിച്ച് വളരെ നേരം പിടിച്ചു നിർത്തുകയോ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം, യു വിൽ ഹാവ് ലെസ് സ്റ്റിയറിംഗ് ആൻഡ് ബ്രേക്കിംഗ് കൺട്രോൾ. ബ്രേക്കിങ്ങിനും സ്റ്റിയറിങ്ങിനുമുള്ള നിയന്ത്രണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, ദ റോഡ് ഈസ് വെറ്റ്. റോഡ് നനവുള്ളതാണ്. എ മോട്ടോർ സൈക്ലിസ്റ്റ് സ്റ്റിയേഴ്സ് അറൗണ്ട് ഡ്രെയിൻ കവേഴ്സ് വെൻ കൺസേണിങ്. എന്തുകൊണ്ടാണ് ഈ മോട്ടോർ സൈക്ലിസ്റ്റ് ഡ്രെയിൻ കവർ അവിടെ കാണുന്നുണ്ടോ, ആ ഡ്രെയിൻ കവറിൽ തൊടാതെ, അതായത് അതിൽ കൂടെ പോകാതെ മാറിപ്പോകുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഉത്തരം, ടു പ്രിവെൻറ്റ് ദ മോട്ടോർ സൈക്കിൾസ് സ്ലൈഡിങ് ഓൺ ദ മെറ്റൽ ഡ്രെയിൻ കവേഴ്സ്. അതായത് മെറ്റൽ കവറിൽ കയറിയിട്ടുണ്ടെങ്കിൽ വണ്ടി ചിലപ്പോൾ തെന്നാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട്. അടുത്ത ചോദ്യം, വൈ ഷുഡ് യു ടെസ്റ്റ് യുവർ ബ്രേക്സ് ആഫ്റ്റർ ദിസ് ഹസാർഡ്? ഈ ഹസാർഡ് എന്ന് പറയുന്നത് മുമ്പിൽ വെള്ളം റോഡിലൂടെ ഒഴുകുന്നുണ്ട് എന്ന് കാണിക്കുന്നതിൻ്റെ റോഡ് സൈനാണ്. അപ്പം ഈ ഹസാർഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രേക്കാണ്. അതിന് ആൻസർ വന്നിരിക്കുന്നത് യുവർ ബ്രേക്സ് വിൽ ബി വെറ്റ്. അതായത് നമ്മുടെ ബ്രേക്സ് വെറ്റാകാൻ, അതായത് ഈർപ്പമുള്ളതാകാൻ സാധ്യതയുണ്ട് എന്നാണ് ആൻസർ വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഷുഡ് യു ഡു ഇഫ് യു ആർ ടോയിങ് എ ട്രെയിലർ ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ടു സ്വിങ് ഫ്രം സൈഡ് ടു സൈഡ്? ഒരു ട്രെയിലർ നമ്മൾ വലിച്ചുകൊണ്ട് പോവുകയാണെന്ന് കരുതുക. അപ്പോൾ ആ ട്രെയിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. ഉത്തരം പറയുന്നത്, ഈസ് ഓഫ് ദ ആക്സിലേറ്റർ ടു റെഡ്യൂസ് യുവർ സ്പീഡ്. അതായത് നമ്മുടെ സ്പീഡ് കുറയ്ക്കുക എന്നാണ് ഉത്തരം വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് സേഫ്റ്റി ഡിവൈസ് മസ്റ്റ് ബി ഫിറ്റഡ് ടു എ ട്രെയിലർ ബ്രേക്കിംഗ് സിസ്റ്റം? ഒരു ട്രെയിലറിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ എന്ത് സുരക്ഷാ ഉപകരണമാണ് ഘടിപ്പിക്കേണ്ടത്? ഉത്തരം, എ ബ്രേക്ക് അവേ കേബിൾ എന്ന് പറയും. അതെന്തെന്ന് വെച്ചാൽ, അഥവാ വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടിയിൽ നിന്ന് ട്രെയിലർ തന്നെ വിട്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ട്രെയിലറിനെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു കേബിളാണ് കേട്ടോ. അതിന് ബ്രേക്ക് അവേ കേബിൾ എന്ന് പറയും. അവസാനത്തെ ചോദ്യം, ഹൗ ഡു യു ലോഡ് എ ട്രെയിലർ ടു മേക്ക് ഷുവർ ഇറ്റ് ഈസ് ബാലൻസ്ഡ് ആൻഡ് സേഫ്? എങ്ങനെയാണ് ഒരു ട്രെയിലർ സന്തുലിതമായി സുരക്ഷിതമായി ലോഡ് ചെയ്യേണ്ടത്? ഉത്തരം, പുട്ട് ഹെവി ഐറ്റംസ് ഓവർ ദ ആക്സൽ. ആക്സൽ എന്ന് പറയുന്നൊരു ഭാഗത്ത് വേണം ഭാരം കൂടിയ ഐറ്റംസ് വെക്കാൻ. ഓക്കെ.